ഹലോ ഗൈസ്, അപ്പോൾ അതെ അവൻ അവിടെ നിന്ന് ഇപ്പുറത്തേക്കാണ് പോയത്. വേണമെങ്കിൽ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് ആ വാതിൽ, കണ്ടോ? ഇതിൻ്റെ അപ്പുറം ഇവിടെയാണ് ഗൈസ് അവൻ പോയത്. കണ്ടോ, ഇവിടെയാണ് പോയത്. അവിടെയാണ് ഗൈസ് പോയത്. അപ്പോൾ ഇവിടെ എന്താ പറയണ എങ്ങനെ ഇരിക്കണ കണ്ട. ഈ സത്യത്തിൽ ഇത് ഏത് പോകുന്ന അറിയോ? ഇത് പർപ്പിളാണ്, പക്ഷെ കാണുമ്പോൾ പിങ്കായിട്ടാണ് തോന്നുന്നത്. ഇതാണ് നമ്മളെ മുറ്റം. ഇത് നീണ്ട ഇടവഴി പോലെയാണ് ഇരിക്കുന്നത്. അതേപോലത്തെ ഒരു സീക്രട്ട് സ്പേസ് വേറൊരു സ്ഥലത്തും കൂടെ എന്നെ കാണിച്ചു തരുന്നത്. അത് ഇവിടെ കണ്ടോ? ഞാൻ ആ സീക്രട്ട് പ്ലേസ് കാണിച്ചു തരാം. സീക്രട്ട് പ്ലേസ് ഇവിടെ കല്ലൊക്കെ ഇട്ടേക്കുന്നതിന് ഇവിടെ കണ്ടോ ഒച്ചുകൂട്ടുകാരൻ. അവിടെ കല്ലൊക്കെ ഇട്ടേക്കുന്നതിന് ഒച്ചുള്ളതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അത്രയ്ക്കും പോവാറില്ല. നമ്മുടെ അത്തക്കളെ എന്തൊക്കെയോ കാണിപ്പോൾ എനിക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റയാണോ, എനിക്ക് അനിയത്തിയും ചേട്ടനൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒറ്റയാണ്. അപ്പോൾ അവരൊന്ന് കറക്റ്റാണ് കേട്ടോ ഗൈസ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പേര് പരിചയപ്പെടുത്താൻ, പക്ഷെ ഞാൻ ഇങ്ങനെ പേരൊക്കെ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മറന്നുപോയിരുന്നു. എൻ്റെ പേര് അലീന. പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും, അത് എൻ്റെ ഇത്താത്തയാണ്. ഞാനവളുടെ കസിൻ അനിയത്തിയാണ്. പക്ഷെ അവൾ നല്ല പൊക്കമാണല്ലേ, അവൾ നല്ല പൊക്കം കുറവാണല്ലേ. അതിൽ കുഞ്ഞിപ്രക്കാറ്റിയുണ്ട്, കുഞ്ഞിപ്രക്കാറ്റിൻ്റെ ഒരു അയറി. പിന്നെ എൻ്റെ ഇത്താത്തേൻ്റെ പേര്, എൻ്റെ സ്വന്തമല്ല, എൻ്റെ കസിൻ ഇത്താത്തേൻ്റെ പേര് അൽക്ക. പിന്നെ എൻ്റെ കസിൻ പയ്യാൻ്റെ പേര്, പയ്യാന്ന് വെച്ചാൽ ചേട്ടൻ, പയ്യാൻ്റെ പേര് ആഹിൽ. പിന്നെ എനിക്ക് വേറൊരു കസിൻ ചേട്ടനുണ്ട്, അതുകൊണ്ട് ആ പയ്യാൻ്റെ പേര് ആസാൻ. പിന്നെ വേറൊരു പിന്നെ കാച്ചനുണ്ട്, കൊച്ച്. അപ്പം അവൻ്റെ പേര് അർഹ.